അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ദിവ്യ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഐ ആം ബാക്ക് വിത്ത് ബിഗ് ബോസ് റീക്യാപ്പ്. എന്നല്ല, സീസൺ 6ഉം 5നെ കുറിച്ചൊരു ചെറിയ റീക്യാപ്പ് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 7 തുടങ്ങാൻ പോവല്ലേ, അതിന് മുമ്പ് ജസ്റ്റ് റീക്യാപ്പ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ സീസൺ 5 തുടങ്ങാം. ഓക്കെ, സീസൺ 5 വിന്നർ ആരാണ്? അഖിൽ മലർ. സീസൺ 5നെ കുറിച്ച് എനിക്ക് പൊതുവേ പറയുകയാണെങ്കിൽ നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, കേപ്പബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ വിഷ്ണു ഒരു കേപ്പബിൾ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അവരൊന്നും കളിച്ചില്ല. ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അത് അഖിൽമാരാറിന്റെ മിടുക്കായിരിക്കാം, പ്ലേ അല്ലേ. അതുപോലെ തന്നെ അടുത്ത 2-3 കണ്ടസ്റ്റൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ജുനൈസ് എന്തായാലും ടോപ്പ് 5ഉം 6ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഹീസ് ലൈക്ക് ഡിസേർവിംഗ് ആണ്. പക്ഷെ ജുനൈസിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജുനൈസിന് എന്താ പറഞ്ഞ് എങ്ങനെയാണ് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ആ ഒരു കറക്റ്റ് വേർഡിങ്സ് യൂസ് ചെയ്യാനൊന്നും പുള്ളിക്കാരന് പറ്റിയിട്ടില്ല. അപ്പോൾ ജുനൈസിന് അവിടെയാണ് പറ്റിയിട്ടുള്ളത്. പക്ഷെ ജുനൈസ് കളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ജുനൈസും സാഗർ രണ്ടുപേരും കളിച്ചിട്ടുണ്ട്. സാഗർ ആദ്യമേ ഔട്ടായി പോയി, കുറച്ചൊക്കെ എക്സ്ട്രാ എഫേർട്ട് ഇട്ടതാണ് സാഗറിനെ പറ്റിയ ഒരു അബദ്ധം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാഗർ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആയിട്ട് ന്യൂട്രൽ ആയിട്ടൊക്കെ നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ, ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ വിട്ട് കളിക്കാനല്ല ഞാൻ ഈ പറയുന്നത്, കുറച്ചുകൂടി ഓവർ ഡൂ ചെയ്യാതെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ലാസ്റ്റ് വരെ നിന്നാനേന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സാഗറിന് അവിടെയാണ് പറ്റിപ്പോയത്. കുറച്ച് ഓവറായിട്ട് എന്തൊക്കെയോ കാണിക്കാൻ നോക്കി, അതൊക്കെ ചീറ്റിപ്പോയി. അല്ലെങ്കിൽ സാഗറിന് നല്ലൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സെക്കൻഡ് വന്നത് റെനീഷയാണല്ലോ. റെനീഷ റഹ്മാൻ ആക്ച്വലി പുള്ളിക്കാരി കളിച്ചിട്ടുണ്ട്, പക്ഷെ ഭയങ്കര സൈലന്റ് ഗെയിമറായിരുന്നു. ആരും അങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കാത്തൊരു ടൈപ്പ് എന്നാൽ വീട്ടിലെ ആൾക്കാർക്ക്, സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറും. എനിക്കൊന്ന് അവരുടെയൊക്കെ വോട്ട് റിനീഷയ്ക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ടോപ്പ് 2 എങ്ങനെ എത്തും ഞാൻ ആലോചിച്ചപ്പോൾ റിനീഷ എത്തും ഞാൻ വിചാരിച്ചത്. ശോഭനെയാണ് പ്രതീക്ഷിക്കുന്നത്, ശോഭ അല്ലെങ്കിൽ ജുനൈസിനാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഷീ റീച്ച്ഡ് അല്ലേ, ടോപ്പ് 2 എത്തി. വെരി ഗുഡ്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അങ്ങനെ ടോപ്പ് 2ലൊക്കെ എത്താറുണ്ട്. ഹിന്ദിയിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും, ഫോർ എക്സാമ്പിൾ സീസൺ 6ലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം അല്ലെ, അപ്പൊ നമുക്കറിയാത്ത സൈലന്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കുറേ സംസാരിച്ചാൽ ടോപ്പിലെത്താം, അങ്ങനെയൊന്നുമില്ല. ആവശ്യത്തിന് സംസാരിക്കുന്ന ആൾക്കാരാണ് മിക്കപ്പോഴും ടോപ്പ് 5ലൊക്കെ എത്തുന്നത്. ഒരുപാട് ഓവർഡൂ ചെയ്താലും ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് എലിമിനേറ്റ് ആയി പോകും അല്ലെ. പിന്നെ നമ്മളെ മലയാളം ഓഡിയൻസ് കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ്. അവർക്ക് ഇച്ചിരെങ്കിലും ഒരു നെഗറ്റീവ് ഫീൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ ബാക്ക് ഫയർ ചെയ്യും എല്ലാവർക്കും. അപ്പം എന്റെ അഭിപ്രായത്തില് സീസൺ 5 എടുത്ത് നോക്കുകയാണെങ്കിൽ 5ല് അഖിൽ മലർ വിന്നറായി. ഹി പ്ലേഡ് എ ബ്രില്യൻ ഗെയിം. സംശയമില്ല, അഖിലിന് സംസാരിച്ച് നിൽക്കാൻ അറിയാം. ആരടുത്തും ഏത് രീതിയിലും സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് അഖിൽ. അത് നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ പുള്ളിക്കാരൻ എങ്ങനെയാണ് ഒരു സബ്ജക്ട് കൊടുത്താൽ അതിനെ കുറിച്ച് എങ്ങനെ സംസാരിക്കും. അറിവുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം, ബട്ട് ഹി നോസ് ഹൗ ടു സ്റ്റാൻഡ് ഇൻ സൈഡ് അല്ലെ. ആ ഒരു ഇവിടെ വന്നിട്ട് സംസാരിച്ച ആൾക്കാരെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ്, എന്നാലും പുള്ളിക്കാരൻ അത് ചെയ്യാൻ അറിയാം. അത് ഒരു കഴിവ്, അതല്ലാതെ നമുക്കൊന്നും പറയാനില്ല. അപ്പൊ ഹീസ് എ വിന്നർ. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ മെജോറിറ്റി വോട്ട് ചെയ്തു, അപ്പൊ ഹീസ് എ വിന്നർ. ഇനി ശോഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശോഭ പവർഫുൾ എനിക്കൊരു പവർഫുൾ എന്റർപ്രണർ എന്നുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ പുള്ളിക്കാരിന്ന് കിട്ടിയിട്ടുള്ളത്. ഒറ്റയ്ക്ക് എത്ര വരെ എത്താന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പുള്ളിക്കാരി നിന്നു, പക്ഷെ എവിടേക്കോ ശോഭയ്ക്ക് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഷീ വാസ് ഗുഡ്, ഷീ ഈസ് നോട്ട് ബാഡ് എന്നല്ല. എനിക്ക് ശോഭ ഇഷ്ടമായിരുന്നു. സ്ട്രോങ് ലേഡി എന്നുള്ള രീതിയിൽ കളിച്ച് നിന്നു എന്നാണ് പറയുക. പക്ഷെ കുറച്ചൊക്കെ ശോഭയ്ക്ക് പുറത്തുനിന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയല്ലോ. എന്താണ്, മാരാറായിട്ടുള്ള ടോം ആൻഡ് ജെറി ഗെയിം ഒക്കെ കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞപ്പം പുള്ളിക്കാരി അതിലേക്കൊന്ന് ചാഞ്ഞോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരുടെ വ്യക്തിത്വമായിട്ട് നിന്നാൽ മതി. അതൊരു ഷോ ആയി മാറി. പിന്നെ ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഷീസ് നോട്ട് ജെനുവിൻ എന്ന്. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. അപ്പം ശോഭ ഷി വാസ് വെരി സ്ട്രോങ്. പിന്നെ സെലീനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഷീ പ്ലേഡ് എ ബ്രില്യൻ ഗെയിം. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി കളിച്ചിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിനെ വെച്ചിട്ടാണെങ്കിലും പുള്ളിക്കാരി ഗെയിമിന് പ്രയോറിറ്റി കൊടുത്ത പല സന്ദർഭങ്ങളുണ്ട് അല്ലെ.
അത് തന്നെ പുള്ളിക്കാർക്ക് ബാക്ക് ഫയർ ചെയ്തു. ഫോർ എക്സാമ്പിൾ റിനീഷയുടെ അമ്മയും അച്ഛനൊക്കെ വന്നപ്പം അമ്മയും ചേട്ടനുമാണ് വന്നപ്പം ദേ ടോൾഡ് ഹർ അല്ലേ, സെലീന ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് അത്ര നല്ല എന്നൊക്കെ പറഞ്ഞു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തപ്പം അപ്പോഴേ റിനീഷയുടെ മൈൻഡ് ഒന്ന് മാറിയിരുന്നു. അപ്പൊ സെലീന കളിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ചില സമയത്തുണ്ടല്ലോ നമുക്ക് ഫ്രണ്ട്ഷിപ്പിന് വില കൊടുക്കൂല, നമ്മൾ ഗെയിമിനെ പ്രയോറിറ്റി കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ ചെയ്തോ? അഖിൽമാരൊന്നും ചെയ്തില്ലല്ലോ. അവരൊക്കെ പല ഗെയിംസിൽ എനിക്ക് ഓർമ്മയുണ്ട്, ആ കളം ഇട്ടിട്ട് അതിനുള്ളിൽ നിൽക്കുന്ന ഗെയിംസിലൊക്കെ ശോഭനെ എടുത്ത് വലിച്ച് അവര് ലാസ്റ്റ് അഖിലും ആരാണ് വന്നത്, വിഷ്ണു വന്നിട്ട് അവരെന്താ ഗെയിം കാണിച്ചത്? അവരവിടെ ഗെയിം കളിച്ചില്ലോ? ഇല്ലല്ലോ. അവരവിടെ ഫ്രണ്ട്ഷിപ്പിന് അതിനടുത്ത് അഖിലിനെ കുറച്ച് കൂടുതൽ കൊടുത്തു. അപ്പം സെലീനയോടൊക്കെ അഖിലുമാരും വാദിക്കുമ്പം പറയുന്നത്, നിങ്ങൾ ഫ്രണ്ട്സ് ആയാൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ പോവും, ഗെയിമിന് കൊടുക്കും, നിങ്ങൾ അങ്ങോട്ട് ഗ്രൂപ്പ് കളിക്കും, അതൊക്കെ. ഇവരെന്താണ്ട് കളിച്ചതെന്നുള്ളത് തിരിച്ചു ചോദിക്കാനുള്ള ആ ഒരു എന്താ പറയാ ബുദ്ധി ആർക്കും പോയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അവരും കളിച്ചത് ഗ്രൂപ്പ് കളിയല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് ഗ്രൂപ്പ് കളിച്ച് അഖിൽമാരാനെ ജയിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിട്ട് പോലും വിഷ്ണു ഒക്കെ ഒന്ന് കളിച്ചിരുന്നെങ്കിൽ എന്തായാലും ടോപ്പിലെത്തിയാണ്. പക്ഷെ ഇടയ്ക്ക് ചൗട്ടായിപ്പോയി, ബിക്കോസ് ഹി വാസ് എന്താണ് ഒന്നും എക്സ്പ്രസീവ് ആയിരുന്നില്ല. നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റണ്ടേ? വിഷ്ണു എന്നുള്ള വ്യക്തിയെ നമുക്ക് മനസ്സിലായിട്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല വിഷ്ണു ആരാന്ന്. അപ്പം അതിലാണ് വിഷ്ണുവിനൊക്കെ പോയത്. അപ്പം അഖിൽമാര ജയിച്ചു, ഹി വാസ് എ ബ്രില്യൻ ഗെയിം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് സീസൺ 6 വരാം. ഓക്കെ, സീസൺ 6 വരുമ്പം ഫോർ നമ്മുടെ വിന്നർ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹി വാസ് വെരി ഫണ്ണി അല്ലേ, ആദ്യമേ തൊട്ട് ആൾക്കാരെ കയ്യിലെടുക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. പക്ഷെ സെക്കൻഡ് പൊസിഷനിൽ വന്ന അർജുൻ, അതാണ് എല്ലാവർക്കും പറ്റിയത്. എല്ലാവർക്കും ഒരു അർജുനോ സെക്കൻഡ് പൊസിഷനിലോ അല്ലെ, എല്ലാരും ചിന്തിച്ചു, ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചു സെക്കൻഡിലൊക്കെ അർജുൻ വരുമായിരുന്നു, എനിക്കറിയില്ല. പക്ഷെ അർജുൻ ലാസ്റ്റ് ഒക്കെ കളിച്ച കുറെ ഗെയിമുകളുണ്ടല്ലോ, ഗെയിം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ആൾമാറാട്ടം അതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമായി. പിന്നെ യങ്സ്റ്റേഴ്സിന് നമ്മുടെ മലയാളത്തിൽ സത്യം പറയാൻ തുറന്നു പറയാം, ഹിന്ദിയിലൊക്കെ വരുന്ന എല്ലാവരും വെൽ ബിൽഡ് ആണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇംപ്രസീവ്, ദേ ആർ ഡൂയിങ് സംതിങ് ഫോർ ദംസെൽഫ് എന്നുള്ളൊരു ഫീല് വരും. നമ്മുടെ മലയാളത്തിൽ അത് വളരെ കുറവാണ്. വെൽ ബിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ യു ലുക്ക്, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ഹൗ യു സ്പീക്ക്. നമ്മൾ നന്നായിട്ട് സംസാരിക്കുക, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, അതാണ് വെൽ ബിൽഡ് എന്ന് പറഞ്ഞാൽ. അർജുൻ അതുണ്ടായിരുന്നു. അർജുൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്ത സമയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളിക്കാരൻ കൺട്രോൾ ചെയ്ത് കളിച്ചിട്ടുണ്ട്. ജാൻമണി ആയിട്ടുള്ള കേസിലാണെങ്കിലും പുള്ളിക്കാരൻ കുറെ ബാക്ക് ഫയർ ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഹി വാസ് കൺട്രോൾ ആൻഡ് കമ്പോസ്ഡ്. പിന്നെ മറ്റേ ശ്രീതു ആയിട്ടുള്ള കോംബോ അത് വർക്കൗട്ടായി. അപ്പൊ പുള്ളിക്കാരൻ അത് ക്യാരി ഓൺ ചെയ്തു. അപ്പം ഇതൊക്കെ നോക്കുമ്പം ആൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചാൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലാതെ ഞാൻ പറയില്ല. ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന ക്വാളിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ സെക്കൻഡ് പൊസിഷനിൽ എത്തിയത്. പക്ഷെ ഇറ്റ് വാസ് സർപ്രൈസിങ് അല്ലേ, സെക്കൻഡ് പൊസിഷനിൽ പുള്ളിക്കാരൻ എത്താന്ന് പറയുമ്പം സർപ്രൈസിങ് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചത് മിക്കവാറും ജാസ്മിൻ വരുമായിരിക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ജാസ്മിന് വെറുപ്പുണ്ടായിരുന്നെങ്കിലും പോലും, പുറത്തിങ്ങനെ ഹേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സപ്പോർട്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യൂട്യൂബിൽ കുറെ ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നു. ഇപ്പൊ ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യും, ഫോർ എക്സാമ്പിൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നല്ല, ഒരാളെ സപ്പോർട്ട് ചെയ്ത് വരുവാണെന്ന് എൻ്റെ അർത്ഥം അയാൾ വിന്നറാണോന്നല്ല. മിക്കവാറും അല്ല, ചിലപ്പോൾ PR വർക്കായിരിക്കാം, പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പലപ്പോഴും വീഡിയോ കാണുമ്പം ഞാൻ അവർ പറയുന്നത് എടുക്കും, പക്ഷെ ഐ ഡോണ്ട് കംപ്ലീറ്റ്ലി ഗോ ബൈ ഇറ്റ്. കാരണം മെജോറിറ്റി ടൈമിലും അത് PR വർക്കായിരിക്കും. അപ്പൊ PR വർക്കിനെ നമുക്ക് തിരിച്ചറിയണം കുറച്ചൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടെടുത്തോളം ജാസ്മിന് നല്ല PR വർക്ക് ഉണ്ടായിരുന്നു. അർജുന് PR വർക്ക് വളരെ കുറവായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല ഒരു ചാനൽ പോലെ അർജുനെ പൊക്കി പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഹി കെയിം ബൈ ഹിംസെൽഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാ ചാനലിലും ഇപ്പൊ വിന്നറാണ്, ഏത് വിന്നേഴ്സിനെടുത്താലും അവർക്ക് നല്ല PR വർക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാവർക്കും നല്ല PR വർക്ക് ഉണ്ടായിരുന്നു. PR കൊടുക്കും, അത് തെറ്റല്ല. അത് ഹിന്ദി എല്ലാ ബിഗ് ബോസിലും അതുണ്ട്, അത് കൊടുക്കും. പക്ഷെ നമ്മൾ ആസ് എ വ്യൂവർ വി ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാമല്ലോ. PR പറയുവാണ് അതെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുമ്പോൾ അതെന്തുകൊണ്ട് ചെയ്തുകൂടാ അങ്ങനെ ഫോളോ ചെയ്ത് പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടേതായ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവണം. അപ്പൊ അതാണ് എനിക്ക് അർജുനിൽ കാണാൻ പറ്റിയത്. ഹി ഹാഡ് ഹിസ് ഓൺ വ്യൂ പോയിന്റ്. കുറെ പേര് വാഴ എന്നൊക്കെ പറഞ്ഞു, ഞാൻ അത് എഗ്രി ചെയ്യത്തില്ല.
ഹി വാസ് നോട്ട് ലൈക്ക് റോൺസൺ. ഞാൻ അത് പറയാലോ, റോൺസനെ പോലെയാണോ എന്ന് വെച്ചാൽ അല്ല. പിന്നെ ചിലരുണ്ടല്ലോ, ഞാൻ സത്യം പറയാം, എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, ചിലർ ദേ ഡോണ്ട് റിയാക്ട്, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദേ ആർ ഡം. അവർ റിയാക്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്, പക്ഷെ അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാം. അപ്പൊ അവർ നിൽക്കുന്ന പൊസിഷൻസ് കണ്ടാൽ മനസ്സിലാവും നമുക്ക് അവര് ശരിയുടെ കൂടെയാണോ തെറ്റിന്റെ കൂടെയാണോ. അർജുൻ എവിടെയെങ്കിലും തെറ്റിന്റെ കൂടെ നിന്നായിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. ആ ഫുൾ സീസണിൽ അർജുൻ ഓൾമോസ്റ്റ് ഒന്നിലും ന്യൂട്രൽ, അല്ലെങ്കിൽ ഹി വാസ് വിത്ത് സമ്മൺ വിച്ച് ഹി ജെനുവൻലി ഫെൽറ്റ് ഇറ്റ് ഇസ് റൈറ്റ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതൊരു വ്യക്തിത്വത്തിന്റെ ഒരു ദാറ്റ് ഇസ് ഹൗ യു മെഷർ എ പേഴ്സൺ, റൈറ്റ്? എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. ഒരാൾ അങ്ങനെ നിൽക്കുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഹി ഹാസ് സംതിങ്, ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്ന ഒരാളുടെ ഫോളോയിൽ പോകുന്നല്ല. അപ്പൊ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ജാസ്മിൻ ഗബ്രി കേസ് ഞാൻ പറയാം. ജാസ്മിൻ ഗബ്രി അത് ഭയങ്കര ഇതൊക്കെയായിരുന്നു ബഹളം. അയ്യോ, ഐ വാസ് ലൈക്ക്, ജാസ്മിൻ അതിനുള്ളിൽ കളിക്കുന്നേക്കാളും കൂടുതൽ ജാസ്മിന്റെ അച്ഛനും ഫാമിലി പുറത്ത്. ഐ ഡോണ്ട് നോ വാട്ട് വാസ് ഹാപ്പനിങ്. ഭയങ്കര ടോക്സിക് ആയി മാറിയായിരുന്നു. ആ കുട്ടിയുടെ ലൈഫാണെന്നുള്ളത് ആരും ഓർത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ ഇതൊക്കെ കുറച്ച് ബിഗ് ബോസ് ടീമിന് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ദേ ക്യാൻ റിയലി ക്രാക്ക് ഇറ്റ് ഓപ്പൺ. ഫോർ എക്സാമ്പിൾ, ഇത് ഞാൻ ശരിക്കും ഹിന്ദി ബിഗ് ബോസിനോടൊക്കെ ഐ എം ലൈക്ക് ഐ എം ഹാപ്പി ടു സേ ദാറ്റ് അവര് കറക്റ്റായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ സൽമാൻ ഖാൻ വന്നിട്ട് പാഞ്ഞിരിക്കും. അവര് ആ സ്ത്രീയെയോ അവരുടെ ഫാമിലിയോ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹി വിൽ ഓപ്പൺ അപ്പ് ആൻഡ് ടെൽ ദം, സീ ദിസ് ഇസ് നോട്ട് ഹെൽപ്പിങ് യു. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ കണ്ടസ്റ്റൻസ് സൽമാൻ ഖാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കും, മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ മലയാളത്തിൽ എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല, പലപ്പോഴും അവരെടുക്കാറില്ല അതേപോലെ. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി വരുന്നുണ്ട്, കണ്ടസ്റ്റൻസ് ഓൾമോസ്റ്റ് മനസ്സിലായി, ഓക്കെ ലാലേട്ടൻ പറയുന്ന ഏതെങ്കിലും സംഭവത്തിൽ ക്ലൂ ഉണ്ടെങ്കിൽ അത് എടുത്ത് യൂസ് ഇറ്റ്. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ജാസ്മിന്റെ കേസിൽ അത് അധികം പറഞ്ഞു കൊടുത്തില്ല. ഒരുവിധം ക്വസ്റ്റ്യൻ ചെയ്യും, ഒരുവിധം ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണം അതിലെന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗെയിം മാറ്റി കളിച്ചോളണം. വേറെ ഒന്നുണ്ടല്ല, ഇറ്റ്സ് യുവർ ലൈഫ് വെച്ചിട്ട് കളിക്കരുത്. അപ്പം അങ്ങനെ സൂക്ഷിച്ച് കളിക്കുവാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഫോർ ഹർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഷീസ് ബോൾഡ് വുമൻ. ഞാൻ സത്യം പറയുന്നത് ജാസ്മിൻ ഭയങ്കര ബോൾഡാണ്. സാധാരണ കുട്ടികളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. ഷീ സ്റ്റുഡ് അപ്പ് ഫോർ ഹെർസെൽഫ്, ഷീ ഈസ് ഫൈൻ. അപ്പൊ ജാസ്മിന് പറ്റിപ്പോയത് ആ ഗെയിമിൽ നിന്ന് മാറി വേറെ എന്തൊക്കെയോ ആയിപ്പോയി. പുള്ളിക്കാരി സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, സ്ട്രോങ് ആയിട്ട് വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്, നോ ഡൗട്ട്. ടോപ്പ് 2 ടോപ്പ് 1 എന്താ ഞാൻ വിന്നർ ആവാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു, അത് പോയി. പിന്നെ രതീഷ് വന്നു. രതീഷിനും ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഏറ്റവും പ്രശ്നം ഓവർഡു ചെയ്യുന്ന ആൾക്കാർ ഔട്ടായി പോകും. അത് സാഗറിനെ കണ്ടതാണ്. നമ്മൾ ഓവറായിട്ടൊന്നും ചെയ്യണ്ട, നമ്മൾ നോർമൽ എന്നാൽ ആവശ്യത്തിന് പ്രതികരിക്കുക. ഇഷ്ടം ഉണ്ടാക്കി ഒരു സ്റ്റോറി ബിൽഡിംഗ് ലൈൻ അല്ല ബിഗ് ബോസ്. ഇറ്റ്സ് ലൈക്ക് നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സിറ്റുവേഷൻസ് ബിഗ് ബോസ് തന്നെ ഇട്ട് തരും, അതാണ് സത്യാവസ്ഥ. ഗെയിമിലൂടെയോ ഏതെങ്കിലും ടാസ്കിലൂടെയോ ഒക്കെ ആ സിറ്റുവേഷൻസ് വരും. ആ സിറ്റുവേഷൻസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതല്ലേ ഗെയിം. അല്ലാതെ നിങ്ങൾ സിറ്റുവേഷൻസ് ഉണ്ടാക്കി കളിക്കുമ്പോഴാണ് അവിടെ ആർട്ടിഫിഷ്യാലിറ്റി വരും. ആൾക്കാർ ഇയാൾ എന്തോ ഈ കാണിക്കുന്നത്, ഈസി ഇൻസെയിൻ. അത് ആ തോട്ട് പ്രോസസ് അവിടെ വരും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് രതീഷിനോട് ഔട്ട് ആയിപ്പോയത്. അല്ലെങ്കിൽ രതീഷ് അവിടെ നിൽക്കേണ്ട ഒരാളായിരുന്നു. ഞാൻ ഇല്ലാന്ന് പറയില്ല, ഹി വാസ് എ ഗുഡ് കോൺട്രിബ്യൂട്ടർ, കൂടിപ്പോയി അത്രയേ ഉള്ളൂ. അത് ഇച്ചിരി കുറച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരോട് നിന്ന് പോയാന്. രണ്ടാമത് കയറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒബ്വിയസ്ലി ഹിൽ ബി ദേർ, പക്ഷെ വർക്കൗട്ട്, അപ്പം പുള്ളിക്കാരൻ പുറത്തുപോയി. അപ്പൊ ഇങ്ങനെയാണ് ബിഗ് ബോസ് 6. എനിക്ക് കോൺട്രവേഴ്സി ആയിട്ടും വേറെ ഒന്നും ഉണ്ടായില്ല. ഇവര് തന്നെ ജാസ്മിൻ ഗബ്രി ആ സംഭവം മാത്രമേ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളൂ. പ്രശ്നങ്ങളും പുറത്തിങ്ങനെ വോയിസ് ഔട്ട് ചെയ്യുന്നതും കുറെ ആൾക്കാർ സപ്പോർട്ടേഴ്സും ഫൈറ്റിങ്ങും അതൊക്കെ. ആൻഡ് ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ഡു ദിസ്. കളിക്കുമ്പോൾ പുറത്താണ് കൂടുതൽ കളിക്കുന്നത്. ഹിന്ദിയിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എത്ര അധികമൊന്നും ഇല്ല. ഓക്കെ, ഞാൻ ഇങ്ങനെയൊന്നും ടോക്സിസിറ്റി കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ടില്ല. നമ്മുടെ മലയാളത്തിൽ കുറച്ച് ടോക്സിസിറ്റി കൂടുതലാണ്. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗെയിം കളിക്കുക, ഗെയിമിനെ കുറിച്ച് പറയുക, ദാറ്റ്സ് ഫൈൻ. പുറത്ത് ദാറ്റ്സ് ഡിഫറെന്റ് കേസ്. അതെന്തിനാണ് അതിലേക്ക് എടുത്തിടുന്നതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല. അത് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ബിഗ് ബോസ് മലയാളത്തിനുള്ള പ്രശ്നം ഇതാണ്. ഇനി അടുത്ത സീസൺസിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഇങ്ങനെ റിപ്പീറ്റ് ആവുമ്പോൾ ടോക്സിക് ആയി ആൾക്കാർക്ക് വെറുപ്പായി പോകും.
പോവാതായി പോകും ആൾക്കാർ വരാൻ പേടിക്കും ബിഗ് ബോസിലേക്ക്. കാരണം നമുക്ക് ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനത്തെ ഷോയിൽ വരുന്നത്. ആ ലൈഫ് ഉണ്ടാവുന്നതിന് പകരം ലൈഫ് ഡിസ്ട്രോയ് ആയി പോവാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഹാർഡ്. അത് ശരിക്കും ഒരു വിഷമമുള്ള കാര്യമാണ് എല്ലാവർക്കും അല്ലെ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഗെയിമിന് എന്ത് വേണമെങ്കിൽ പറയൂ, അവരുടെ ഗെയിമിനെ കുറിച്ച് പറയാം, അവരുടെ പേഴ്സണൽ ലൈഫോ അവർ പുറത്തെന്തായിരുന്നോ അതൊന്നും നല്ല വിഷയം. അവർ അതിനുള്ളിൽ കയറുമ്പം അവിടെ തൊട്ട് അവരുടെ ഗെയിം അനാലിസ് ചെയ്യാനാണ് നമ്മുടെ പണി. അത്ര മാത്രം ചെയ്യാം. അവരുടെ പേഴ്സണൽ ലൈഫ് അത് ഗെയിം കഴിഞ്ഞിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ട് അവർ ചെയ്യുന്നുള്ളത് ഇറ്റ്സ് നോട്ട് നൺ ഓഫ് അവർ ബിസിനസ്. ആ ഒരു പ്രൈവസി റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ആവട്ടെ. ഇനി ബിഗ് ബോസ് സീസൺ 7 വരുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായി കളിക്കാം. എല്ലാവരുടെയും സപ്പോർട്ടുകളും ഉണ്ടാവും. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, ചീത്ത ചെയ്താൽ ചീത്തതെന്ന് പറയും. ഓക്കെ, ദാറ്റ് ഇസ് മൈ പോളിസി. അല്ലാതെ ഇന്ന ആൾ അത് ഇന്നലെ ചീത്ത ചെയ്ത ആൾ ഇന്ന് നല്ല ചെയ്താൽ ഞാൻ അന്ന് നല്ല തന്നെ പറയുള്ളൂ. അത്രയേ ഉള്ളൂ കാര്യം. അപ്പം ലെറ്റ്സ് ഗോ. ഞാൻ അൺബയസ്ഡ് ആയിട്ടുള്ള റിവ്യൂ സ്റ്റാർട്ട് ചെയ്യും ആണ് എൻ്റെ ഉദ്ദേശം. അൺബയസ്ഡ് ആയിട്ട് തന്നെ പോവും. കഴിയുന്നതും എൻ്റെ റിവ്യൂസ് കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.